ഞങ്ങൾക്ക് കുറെ ആൾക്കാർ കമന്റ് ഒറ്റ തുപ്പലേക്ക് അറിഞ്ഞോ ചെയ്യുന്നിരിക്കുന്ന ഇടയിലാണ് ഇങ്ങനെ ഒന്നുകൂടി ഒന്നങ്ങോട്ട് തന്നാ കാണാം. അപ്പൊ എവിടെ എത്തി നമ്മള്? എവിടെ എത്തി നമ്മള്? ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ തമ്പനിയിലൊക്കെ കണ്ട പോലെ തന്നെ ഞങ്ങളെ യൂട്യൂബ് ജേണി പറയാൻ വേണ്ടി വന്നാണ് അല്ലേ നീനോ? അപ്പോൾ ഞങ്ങളെ യൂട്യൂബ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് മെയിൻ ആയിട്ട് ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ വന്നിരിക്കണേ ചിലപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, എങ്ങനെ തുടങ്ങാം എന്നൊക്കെ അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ, വീഡിയോ എങ്ങനെ എടുക്കല്, വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യല്, അങ്ങനത്തെ ഒരു കുറച്ച് സംഭവങ്ങളും, പിന്നെ ഞങ്ങൾ ഈ ഒരു ജേണി വരെ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മോണിറ്റൈസേഷൻ കിട്ടി, അപ്പം അതിൻ്റെ ഒരു സംഭവങ്ങൾ വരെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ തുടക്കം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ നീനും ഇങ്ങനെ ഇടക്കിടക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കും, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലേ അങ്ങനെയല്ല. കല്യാണത്തിന് ഞാൻ പിന്നെ മുന്നത്തെ വീട്ടിൽ ഇട്ടിട്ടുണ്ടല്ലോ, ഞാനൊരു ഫോട്ടോ എടുക്കുന്ന അങ്ങനത്തെ ഒരാളെ ആയിരുന്നില്ല. കല്യാണത്തിന് ശേഷം അധികം ട്രിപ്പ് പോയിട്ടും ഫോട്ടോ എടുക്കുന്ന ഒരാള്, ആളെ കൂട്ടത്തിൽ കൂടി വെക്കുമ്പോ എപ്പോഴും ഫോട്ടോ എടുത്തോണ്ട് ഫോട്ടോ എടുക്കുക, അങ്ങനെ ട്രിപ്പ് പോകുക. അപ്പൊ കൊറേ നമുക്ക് ഇങ്ങനെ അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ റീൽസ് ഒക്കെ കുറച്ചൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ച് ഒക്കെ കിട്ടിയ ഒരു 5 lakh 6 lakh ആ റേഞ്ചിലൊക്കെ ഫസ്റ്റ് ഇട്ട റീലിന് നന്നായിട്ട് കേറി. അപ്പൊ അതിനുശേഷം റീലും കുഴപ്പമില്ലാത്ത നല്ല കുറെ അതില് ഫോളോവേഴ്സ് നന്നായിട്ട് പെട്ടെന്ന് ഫോളോവേഴ്സ് കയറി, എല്ലാവരും നല്ല കമന്റിൽ ഭയങ്കര ഇതായിട്ട്. അപ്പൊ എനിക്ക് തോന്നി അപ്പൊ നമുക്ക് ചാനൽ തുടങ്ങിയാലോ. അപ്പൊ കുറെ ദിവസം ഇങ്ങനെ ചോദിക്കട്ടോ, 2-3 മാസമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട്, അപ്പൊ എന്നാ ആയിക്കോട്ടെ, എന്നാ നമുക്കൊരു ചാനൽ തുടങ്ങിക്കളയാന്നുള്ള പേര്. എനിക്ക് ചാനൽ തുടങ്ങാൻ അതിനെ കുറിച്ച് ഒരു ABCD അറിയില്ല. ഞാൻ എന്താ കരുതിയത്, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്നല്ലോ, നമ്മളിപ്പോ യൂട്യൂബിൽ നമ്മൾ വേറെ വീഡിയോസ് കാണുമ്പോഴും ഇതേപോലെ ഷോർട്സും ഒക്കെ കാണണ്ടല്ലോ, എന്നാൽ നമുക്ക് അതിലും പോയിട്ടൂടെ എന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. ബാക്കി അതിനെ കുറിച്ചിട്ടുള്ള കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചാനൽ തുടങ്ങാന്നുള്ള ഒരു ഉദ്ദേശത്തേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ സ്കിപ്പ് ചെയ്യാതെ, ഇതിലേക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് നെക്കിക്കോളി കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ നെക്കിയിട്ട് ഓടുന്ന് കൊടുത്തോളി. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഒരു ലൈക്കും കൂടി അടിച്ചോളി. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ചാനൽ തുടങ്ങാന്നുള്ള തീരുമാനം അതിന് ശേഷം ഞങ്ങൾ ആദ്യം എന്താ നമ്മൾ തീരുമാനിച്ച്, നല്ലൊരു പേര് കണ്ടുപിടിക്കണം ചാനൽ. കാരണം നമ്മളെ പേരാണ് നമ്മളെ ചാനലിന്റെ മെയിൻ. ഏതൊരു കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ പെട്ടെന്ന് മൈൻഡിൽ നിൽക്കുന്ന ഒരു പേരാവണം, പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു പേരാവണം. പിന്നെ അതേപോലെ തന്നെ ഒരു യുണീക്ക് നെയിം ആവണം. അധികാർക്കും ഇല്ലാത്തൊരു പേരും കൂടി ആണെന്നുണ്ടെങ്കിൽ സെറ്റാണല്ലോ എന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച്, പെട്ടെന്ന് അധിക സമയമൊന്നും വേണ്ടുന്നില്ല. നെയ്നുവിന്റെ പേരിന് ഓൾറെഡി നെയ്നു ഷിബ ഒരു യുണീക്ക് നെയിമാണ്, അധികാർക്കും ഇല്ലാത്തൊരു പേരാണ്. അധികാർക്കൊന്നുമില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു പേരാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ നെയ്നു എന്നാ വിളിക്കുന്നത്. നെയ്നൂസ് എന്ന ആ ഒരു ഇതിൽ നെയ്നൂസ് വ്ളോഗ് എന്നുള്ള പേരിൽ ഞങ്ങൾ ചാനലിന്റെ പേര് ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷം അപ്പം തന്നെ ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ കുറച്ച് കണ്ടന്റ് വരാം, നമ്മൾ എങ്ങനത്തെ കണ്ടന്റ് ചെയ്യണം. എന്തായാലും നമ്മൾ കപ്പിൾസ് ആണ്, അപ്പോൾ കപ്പിൾസ് വീഡിയോ അങ്ങനത്തെ റേഞ്ചിൽ, പിന്നെ അതേപോലെ കപ്പിൾസ് വ്ളോഗ്, പിന്നെ ട്രാവൽ വ്ളോഗ്സ്, പിന്നെ ഡേ ഇൻ ലൈഫ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ഗെയിം, ചലഞ്ച്, അങ്ങനത്തെ പരിപാടികൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ മൊത്തത്തിലൊന്നിങ്ങനെ സെർച്ച് ചെയ്തു, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ സെർച്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കണ്ടന്റുകൾ ഞങ്ങൾ ആദ്യം എഴുതി വെച്ചു. ഇനി കണ്ടന്റുകൾ നമുക്കൊരു എന്തായാലും ഡെയിലി വീഡിയോ ചെയ്യണം എന്നുള്ളത് നിർബന്ധം. അത് എൻ്റെ നിർബന്ധമാണ്. എന്നോട് പറഞ്ഞു, ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല, ഡെയിലി വീഡിയോ ചെയ്യണം, തുടക്കമായതുകൊണ്ട് എന്തായാലും നിർബന്ധമാണെന്നാണ്. അങ്ങനെ ഫസ്റ്റത്തെ ഒരു മാസത്തേക്കുള്ള കണ്ടന്റ് ഞങ്ങൾ ആദ്യം കണ്ടെത്തി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലൊന്നെല്ലാം സെറ്റായിട്ട്, പിന്നെ ഫോണും ഓൾറെഡി അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയുള്ള ഫോൺ ആകുകൊണ്ട് പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. സാംസങ്ങിന്റെ S23 അൾട്രാണ്. ചില ആൾക്കാർ ചോദിക്കേണ്ടത് ഏത് ഫോണിലെ വീഡിയോ എടുക്കല്, ഏത് ഫോണിലെ ഫോട്ടോ എടുക്കല്. സാംസങ്ങിന്റെ S23 അൾട്രാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ സംഭവം സെറ്റാക്കി ഓരോ ദിവസം ഓരോ കണ്ടന്റ് വെച്ച് ചെയ്തിട്ട് അന്ന് തന്നെ എഡിറ്റിംഗ് ചെയ്തിട്ട് അത് തുടങ്ങിയപ്പോൾ നോമ്പിനാണ് തുടങ്ങുന്നത് കേട്ടോ. 3-4 ദിവസം മുന്നിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങളെ അത് അവിടേക്ക് എത്തിയിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഓരോ കണ്ടന്റുകളും ചെയ്തു തുടങ്ങി. ആദ്യം ഞങ്ങൾ ഇൻട്രോ വീഡിയോ ചെയ്ത്, അത് ഞങ്ങൾ ഇടുക്കി പോയ സമയത്ത് അവിടുന്ന് ഇൻട്രോ വീഡിയോ എടുത്ത്, പരുന്തുംപാറന്ന് ഇൻട്രോ വീഡിയോ എടുത്ത്, അങ്ങനെയാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഓരോ ദിവസം വീഡിയോ ചെയ്യും, അന്ന് തന്നെ അത് എഡിറ്റ് ചെയ്യും, അന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ടൈം എപ്പോഴാണെന്നുള്ളതാണ്. അപ്പം ഞങ്ങളെ വീഡിയോസ് കാണാൻ ചാൻസ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ആ ആൾക്കാർ ഏത് സമയത്താവും കൂടുതലും ഫ്രീ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ കൂടുതലും ഫോൺ യൂസ് ചെയ്യുക, അതാണ് പിന്നെ ഞങ്ങൾ ആലോചിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ വൈകുന്നേരം തന്നെ പ്ലാൻ ചെയ്തു. വൈകുന്നേരം എന്തായാലും ഒരു
ഫാമിലി വ്ളോഗൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൂടുതലും ലേഡീസ്, ഞങ്ങളുടെ കൂടുതലും ലേഡീസിനെയാണ് പ്രേക്ഷകർ. അപ്പം ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരം 4 മണി 5 മണി സമയത്താണ് തുടക്കത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നോമ്പായി. നോമ്പിന് ആ സമയത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ സമയത്ത് കുറേ ആൾക്കാർ നമ്മളെ വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഒരു 10 മണി 11 മണി ആ സമയത്ത് കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സമയമല്ല. അപ്പോൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനായി. അങ്ങനെയാണ് ഞങ്ങൾ നോമ്പിന് എല്ലാ ദിവസവും ഡെയിലി വീഡിയോ ചെയ്യും. ക്ഷീണാണെങ്കിൽ പോലും ഇല്ലേ നമ്മൾ ഡെയിലി വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒക്കെ സെറ്റാക്കിയിട്ട് രാവിലെ തന്നെ ഒരു 10-11 മണി അപ്ലോഡ് ചെയ്യും. പിന്നെ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ടാണോ അതോ എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കുഴപ്പമില്ലാത്തൊരു വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നുകിൽ ചിലപ്പോൾ ഞങ്ങളെ ഭാഗ്യം കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അതുകൊണ്ടായിരിക്കും. ഓരോ വീഡിയോ കാണുന്ന ആൾക്കാർ നല്ല സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് തന്നിരുന്നത്. വീഡിയോ അടിപൊളിയാണ്, ഞങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ തന്നില്ല, ഞങ്ങൾക്ക് പോലെ നല്ലോണം മോട്ടിവേഷൻ തന്നിരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഭാഗം കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ എന്തുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങൾക്ക് തുടക്കത്തിലൊക്കെ കുഴപ്പമില്ലാത്തൊരു വ്യൂസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ കമൻറ്റുകൾ വന്നിരുന്നു കേട്ടോ. ലവ് മാരേജ് ആണോ, ലവ് സ്റ്റോറി പറയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, നമ്മൾ ലവ് സ്റ്റോറി എന്ന് പറയാൻ എഴുതി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ലവ് സ്റ്റോറി പറഞ്ഞപ്പം അതിനാണ് നമുക്ക് പെട്ടെന്ന് നല്ലൊരു വ്യൂസ് ഒക്കെ കിട്ടിയല്ലേ. ഒരു ഫസ്റ്റ് ഡേന് ഒരു 3000, പിന്നെ പിറ്റേന്ന് ഒരു 3000, പിറ്റേന്ന് ഒരു 3000, അങ്ങനെ പെട്ടെന്ന് കയറി 10-15,000 വ്യൂസ് ഒക്കെ എത്തിയപ്പം കുഴപ്പമില്ലാത്തൊരു റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡെയിലി ഞങ്ങൾ നോക്കും. ഇതിൽ നമുക്ക് YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും എത്ര വാച്ച് അവർ അയക്കണം. വാച്ച് അവറാണ് മെയിനായിട്ട്. നമുക്കൊരു 4000 വാച്ച് അവർ, 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുക. അതിന് ശേഷം നമുക്ക് ഏണിങ്സ് വന്നു തുടങ്ങുള്ളൂ. അപ്പം അതിൻ്റെ സംഭവങ്ങൾ ശരിക്കും കൂടുതൽ എനിക്കും അറിയില്ല. അപ്പം 4000 വാച്ച് അവർ എങ്ങനെയും ആക്കിയെടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ ചിന്തിച്ചത്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ചെയ്ത് എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നൊരു ഉച്ചയാകുമ്പോൾ നമുക്ക് അപ്ഡേഷൻ വരും YT സ്റ്റുഡിയോയിൽ ഇത്ര വാച്ച് അവർ അയക്കണം. പിന്നെ ഇന്നായത് നമുക്ക് അടുത്ത ആഴ്ച അപ്ഡേഷൻ വരുള്ളൂ കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അപ്ഡേഷൻ വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു 4000 വാച്ച് അവർ ആവണ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 4000 വാച്ച് അവർ ആയി കഴിഞ്ഞപ്പോൾ എന്തായി, അല്ല ഹാപ്പി ആയി നമ്മള്. അതാണ് ഞങ്ങളെ ഫസ്റ്റ് സംഭവം. അപ്പൊ ഞങ്ങളെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ നേടിയെടുക്കുക എന്നുള്ള അതിനുള്ള ക്രൈറ്റീരിയ. പിന്നെ ഞങ്ങള് വീഡിയോയിൽ കോപ്പിറൈറ്റ് വരാതെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. കുറെ മ്യൂസിക്കും കാര്യമൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചെയ്യുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് തുടക്കത്തിൽ തന്നെ വീഡിയോ ചെയ്തുകൊണ്ട് ഞങ്ങൾ വീഡിയോക്ക് ഒന്നിനും പണിയിട്ടില്ല. മറ്റേ ചില ആൾക്കാർക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരും, അല്ലാന്നുണ്ടെങ്കിൽ വല്ല മ്യൂസിക്കിനോ കോപ്പിറൈറ്റ് ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പോകുന്ന ഒരു പ്രശ്നമൊക്കെ വരും. അപ്പം ഞങ്ങൾക്ക് എന്തായി, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു, എന്തെങ്കിലും ആവോ റിജക്റ്റ് ആവോ എന്നില്ല ഇനിയോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു 4000 വാച്ചറായ സമയത്ത് ശനിയാഴ്ച അല്ലേ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ നെയ്നുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റാഷി എന്ന് പറയും. അപ്പം ഇവനായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ട് ഇവനാണ് ക്ലിയർ ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ ഇവനെ ഞങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യാണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രാവിലെ തന്നെ പറഞ്ഞു ഉച്ചയാകുമ്പോൾ ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനാണെന്ന്. അപ്പം മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഉച്ചക്കായപ്പോൾ ഇത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് ഞങ്ങൾ കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങളിത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതൊക്കെ ഒന്ന് ആ ഒരു ടിക്കറ്റ് ഇട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് പെട്ടെന്ന് സിമ്പിളായിട്ട് കഴിയും. അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ്സെൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ഉണ്ടാക്കലാണ്. അത് ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞാൽ 4 ദിവസമൊക്കെ ടൈം എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചക്ക് ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് അപ്ലൈ ചെയ്ത് ഇട്ടതിന് ശേഷം അതിൽ നമ്മളെ ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ കൊടുക്കണം. അതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പം ഞാൻ ആ സമയത്ത് ഒരു യാത്രയിലാണ് തമിഴ്നാട് പോയിട്ടിരിക്കുന്നത്. അപ്പം പാലക്കാട് എത്തിയപ്പോൾ തന്നെ നെയ്നുവിനോട് പറഞ്ഞു അപ്പോൾ ഒരു 5 മണി ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയ സമയത്ത് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് റെഡി ആയിരിക്കണം. അപ്പം എന്നോടാണ് എടി ഇത് പെട്ടെന്ന് റെഡി ആയാലോ, വെറും 4 മണിക്കൂറല്ലേ ടൈം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി ഞങ്ങൾക്ക് സമാധാനമായി എന്നുള്ളത്. എന്നാലും ഫുള്ളായിട്ടില്ലല്ലോ, ഇനി അടുത്തതാണ് യൂട്യൂബിൻ്റെ ഒരു ടീം നമ്മളെ ചാനൽ മൊത്തത്തിലൊന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ റിവ്യൂ ചെയ്യാൻ നിൽക്കണ അതിലെന്തെങ്കിലും ഇനി നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു ടെൻഷനാണ് പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്തു. അടുത്തതും അത് ഇൻ പ്രോഗ്രസ് ഓട്ടോമാറ്റിക് തന്നെ ആവും. അപ്പം അത് എത്ര ദിവസം കൊണ്ടാവും എന്നറിയില്ല. അതിൻ്റെ പിറ്റേന്ന് സൺഡേ ആണ്, പിന്നെ ഈസ്റ്റർ ആണ്. അതിൻ്റെ മൊത്തത്തിൽ ഒരു ഹോളിഡേ ഉള്ളതുകൊണ്ട് ചിലപ്പം അത് ഒരു അവധിയായിട്ട് ഇവർ കണക്ക് കൂട്ടും എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഹോളിഡേ ചിലപ്പം ഇവർക്കും ഹോളിഡേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ 24 ചില ആൾക്കാരൊക്കെ പറഞ്ഞു 1 മന്ത് വരെ ടൈം എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ആവുകയും ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്നാവുക എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പിറ്റേന്ന് തിങ്കളാഴ്ചൻ്റെ വൈകുന്നേരം ആയപ്പോൾ മോണിറ്റൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു.
ആ സമയത്ത് ഞാൻ തമിഴ്നാടാണ് കേട്ടോ. നെയ്നുവാണ് ഫസ്റ്റ്. ഞാൻ ആ സമയത്ത് കുറച്ച് തിരക്കില്ല. നെയ്നുവാണ് ഫസ്റ്റ് എനിക്ക് വിളിച്ചാൽ പറഞ്ഞിക്ക ഒരു മെയിൽ വന്നിക്കണ് നോട്ടീസ്ഡ് അയക്കണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയി. പിന്നെ ഇതിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ആ ഫോണൊക്കെ എടുത്ത് നോക്കി. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറച്ച് ബിസി ആവണ ആ ഒരു സമയത്തും ഇതൊക്കെ ആയിട്ട് കുറച്ച് ലാഗ് വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോക്കൊക്കെ കുറച്ച് ദിവസം ചിലപ്പോൾ വീഡിയോ ചെയ്യാതെ ഒരു 3-4 ദിവസമൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി വീട്ടിലുള്ള സമയത്തൊക്കെ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ടൈം ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം തന്നെ 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞങ്ങളത് പിന്നെ ഒഴിവിനനുസരിച്ച് എഡിറ്റ് ചെയ്തിട്ട് ഓരോ ദിവസം ഓരോന്ന് അപ്ലോഡ് ചെയ്യുക. പിന്നെ മാക്സിമം ഷോർട്സ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഷോർട്സ് നല്ലോണം കയറിപ്പോയും ചെയ്തില്ലേ. ഒരു 3 ലക്ഷത്തിൻ്റെ മേലേക്ക് വ്യൂസ് ആ ഷോർട്സ് വന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു 3000-4000 ആ ഒരു സബ്സ്ക്രൈബേഴ്സിക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റി. നിങ്ങളെ ഒരു ബിഗ് സപ്പോർട്ടും ഉണ്ട് ഞങ്ങൾക്ക്. അതിനൊരു ബിഗ് താങ്ക്സ്. അപ്പോൾ അവിടം വരെയൊക്കെയാണ് ഞങ്ങളെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറഞ്ഞാൽ. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ നെയ്നുവിൻ്റെ കുറേ ആൾക്കാർ ചോദിച്ച കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹോം ടൂർ ചെയ്തു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്ത വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ വീഡിയോസും കാണാത്ത ആൾക്കാർ പോയി കാണണം കേട്ടോ. നമ്മളൊരു സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളൊരു ബിഗ് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് ഞങ്ങളെ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നത് നിങ്ങളെ ഒരു ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളെ വീഡിയോ ഞങ്ങളെ ചാനലിൽ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.